ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ്. പലഹാരത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെയും കൂടെയും കൂട്ടാൻ പറ്റിയൊരു കറിയാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. 4 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അതിലേക്കുള്ള മസാലക്കൂട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1.5 ടീസ്പൂൺ പെരുംജീരകം, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു കുക്കറിലോട്ട് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കറിവേപ്പില ഇട്ടു. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ട് വാടി വരണം. എന്നിട്ട് ഇപ്പോൾ പച്ചമുളകൊക്കെ വരണ്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ആ തക്കാളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലക്കൂട്ട് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇപ്പം നന്നായിട്ട് വരണ്ട പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടും പിടിക്കുന്ന പരുവത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ പരുവ് അനുസരിച്ച് വേണം, കറിയുടെ പരുവ് അനുസരിച്ച് വേണം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം നമ്മളത് വേവിക്കാൻ വെക്കാൻ. ഇനി നമുക്കത് കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു ഹാഫ് കുക്കാവുന്നിടം വരെ, ഒരു പകുതി വേവാവുന്നിടം വരെയാണ് അതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 5 വിസിൽ 6 വിസിലോളം നമുക്കതൊന്ന് വേവാൻ വേണ്ടി വെക്കാം.
ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനത് കറിച്ചട്ടിയിലോട്ടാണ് അതൊന്ന് താളിക്കാൻ വെക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളക് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു കുറച്ച് തേങ്ങാക്കൊത്തൂരി ഇട്ട് ഒന്ന് വഴറ്റണം. ആ തേങ്ങാക്കൊത്തൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് ഒരു 4 ചുവന്നുള്ളി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചുവന്നുള്ളി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ടേസ്റ്റും കൂടും. അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റണം. അപ്പം അത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി ഒന്ന് വരണം. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് അതൊന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറി എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂകി കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.